ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. കൊണ്ടാഴിയിൽ ജപ്തിയെ തുടർന്ന് പുറത്താക്കപ്പെട്ട ദമ്പതികൾക്ക് ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ താങ്ങായി. ബാങ്ക് പൂട്ടിയ വീട് തുറന്നു നൽകി ഇവർക്ക് സ്വാന്തനമേകി. ദുരന്തങ്ങൾ വേട്ടയാടിയ ജീവിതത്തിനിടെ ജപ്തി നടപടിയിലൂടെ കിടപ്പാടം നഷ്ടപ്പെട്ട പെരുവഴിയിലായ ദമ്പതികൾക്ക് കൊണ്ടാഴിയിലെ CPM ഡിവൈഎഫ്ഐ നേതാക്കൾ കാവലായി. കൊണ്ടാഴി ചേലക്കോട് 9-ാം വാർഡിൽ പഴയുന്നതിയിലെ വാസുവിനും ഭാര്യയ്ക്കുമാണ് പാർട്ടി പ്രവർത്തകർ തുണയായത്. മകളുടെ വിവാഹത്തിനായി എടുത്ത 2 ലക്ഷം രൂപ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് കേരള ബാങ്ക് വീട് ജപ്തി ചെയ്ത് പൂട്ടി സീൽ വെച്ചിരുന്നു. 6 മാസമായി വായ്പ മുടങ്ങിയതോടെയാണ് ബാങ്ക് നടപടി സ്വീകരിച്ചത്. മകൻ 22 വയസ്സിലാണ് മരണപ്പെട്ടത്. കല്യാണത്തിന് ലോൺ എടുത്ത് ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ ബുദ്ധിമുട്ടുകൾ വന്നു. പിന്നെ ചിലപ്പോൾ ഓപ്പറേഷൻ വന്നു. തൊഴിലുറപ്പിൻ്റെ കാശ് പോയിട്ട് നോക്കുമ്പോൾ അതും ബാങ്കിലേക്ക് പോകണം. പ്രധാനമന്ത്രി പൈസ വരണം, അതും ബാങ്കിലേക്ക് പോകണത്. എൻ്റെ ക്ഷേമനിധി പെൻഷൻ ഉണ്ടായിരുന്നു, അതും ബാങ്കിലേക്ക് പോകണം. അതൊന്നും നോക്കി ചോദിച്ചപ്പോൾ അതിവിടെ വന്നിട്ടില്ല, അറിയില്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ പോയി ലാസ്റ്റ് കുറച്ച് എഴുതി തള്ളിയിട്ടൊക്കെ ബാക്കി 2 ലക്ഷം പറഞ്ഞു. അതിൽ 70 കൊണ്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ വരുമെന്ന് 10-15 ചോദിച്ചാൽ ഞങ്ങൾ പണിക്ക് പോകാൻ ഇതെടുത്ത് എവിടുന്ന് കൊണ്ടുവരാൻ ഒരു പാവില്ല. അപ്പോൾ ഞങ്ങൾ അടവ് നിർത്തിയത്. കല്ലോട് പാവില്ല, എന്നാൽ കുറേശ്ശെ അടയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ പറ്റില്ല, 1.30 തരണം, അല്ലെങ്കിൽ തുറന്നു തരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ മുന്നാട് ഈ വേറെമ്പുറത്ത് നടക്കുന്നത്. അതിപ്പോൾ അല്ലാണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? വാസുവിനും ഭാര്യയ്ക്കും കൊറോണ ബാധിച്ചതും 22 വയസ്സുകാരനായ മകൻ വർഷങ്ങൾക്ക് മുൻപ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചതും ഈ കുടുംബത്തെ വല്ലാതെ തളർത്തിയിരുന്നു. കൊറോണ സമയം വരെ ഞാൻ അടവ് തെറ്റാണ്ട് അടച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അതിൻ്റെ രക്ഷയ്ക്ക് നല്ലോണം സീരിയസ് ആയ കാരണം പിന്നെ അടയ്ക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾക്ക് നോട്ടീസ് വന്ന് നോക്കിയപ്പോൾ അവർ 10 അടയ്ക്കണം 20 അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. കുറച്ച് ഞങ്ങൾ 3 വെച്ചിട്ടാണ് അടച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ പണി എടുക്കാൻ പറ്റാത്ത സാഹചര്യം കാരണം പിന്നെ അത് അടവങ്ങനെ നിർത്തി. മരണപ്പെട്ടത് ഏറ്റവും എല്ലാം അടയ്ക്കാൻ പറ്റാത്ത അത് 9 അല്ല, അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോഴും ഇത് പഞ്ചായത്ത് ഭരണക്കാർ പറഞ്ഞു 40 മോഹനകുമാർ. അപ്പോൾ അതങ്ങനെ നോക്കുമ്പോൾ വയറ് അങ്ങനെ കേട്ടോ, അങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചെടുക്കുന്നത്. പിന്നെ തരത്തിൽ വരുന്നത് ഇതില് ഇവിടെ 3 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ അടവൊക്കെ തെറ്റുള്ള കാരണം കട ആസ്പത്രി കിടക്കുമ്പോൾ അങ്ങനെ കൊണ്ടിടക്കുന്നത്. നിലവിൽ തൊഴിലുറപ്പ് പണിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലാണ് ഈ ദമ്പതികൾ ജീവിതം തള്ളി നീക്കുന്നത്. 4,73,000 രൂപയായിരുന്നു ആകെ തിരിച്ചടയ്ക്കാനുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ഇത് 2 ലക്ഷമായി കുറച്ചു നൽകി. ഇതിൽ 70,000 രൂപ ഇവർ അടച്ചിരുന്നുവെങ്കിലും ബാക്കി തുക നൽകാൻ കഴിയാതിരുന്നതോടെയാണ് ജപ്തി നടപടികളുമായി ബാങ്ക് മുന്നോട്ടു പോയത്. 2 ലക്ഷം രൂപ മകളുടെ വിവാഹത്തിന് വേണ്ടി ലോൺ എടുക്കുകയും തുടർന്ന് പലിശ കയറി അടച്ചിരുന്നു പല ഘട്ടങ്ങളിലും. എന്നാൽ മകൻ്റെ ആത്മഹത്യയും ഇവരുടെ കൊറോണ വന്നതിനുമായി ബന്ധപ്പെട്ടും നിരവധിയായിട്ട് സർജറി ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടും അവർക്ക് ചില ബുദ്ധിമുട്ട് പ്രയാസമായതുകൊണ്ട് ലോൺ അടയ്ക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗമായി ഈ കുടിശ്ശിക വന്നു. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അപേക്ഷിച്ചപ്പോൾ 2 ലക്ഷം രൂപ എടുത്ത പൈസ അടച്ചാൽ മതി എന്നുള്ള ഉത്തരവ് മുഖ്യമന്ത്രി കൊടുത്തിരുന്നു. എന്നാൽ അതിനും അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഏക വരുമാനക്കാരനും നിത്യജീവിതത്തിൽ പോലും ഒന്നിനും പോകാൻ പറ്റാത്ത ഒരു സാധാരണക്കാരനായ വാസുവേട്ടന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തിറങ്ങിയാലും പലതരത്തിലുള്ള രോഗങ്ങളുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ 70,000 ഉറപ്പുണ്ട്. ഇയാളുടെ പെൻഷനും മറ്റുമൊക്കെ വന്ന പൈസ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അടച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ ചക്രപാളയത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശമായതുകൊണ്ട് ചക്രപാളയത്ത് പല ഘട്ടങ്ങളിലുള്ള ചക്രപാളയത്ത് ഞങ്ങളൊക്കെ ബന്ധപ്പെടാറുണ്ട്, അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കണമെന്നൊക്കെ. ബഹുമാനപ്പെട്ട ചക്രപാളയത്ത് ഉൾപ്പെടുന്ന ആൾ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് CPIM-ന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു പരിപാടി നടത്താൻ കാരണം. സ്വാഭാവികമായും ഈ കേരളത്തിലെ ഗവൺമെൻറ് ഇന്ത്യക്ക് മാത്രം ലോകത്തിന് മാത്രം സർഫാക്സി ആക്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സഭ തീരുമാനിച്ചതാണ്. ആ സഭ തീരുമാനിച്ച ഒരു പരിപാടിയെ ചില ഉദ്യോഗസ്ഥന്മാർ സർക്കാരിൻ്റെ ജനകീയ പ്രവർത്തനങ്ങളെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയും ജനങ്ങളുടെ ഇടയിൽ മോശമാക്കുന്നതിന് വേണ്ടിയുമാണ് ചില ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം കൊടുക്കുന്നത്. വീട് പൂട്ടിയതോടെ ഈ ദമ്പതികൾ ചായ്പിലായിരുന്നു കഴിഞ്ഞു വന്നിരുന്നത്. വിവരമറിഞ്ഞെത്തിയ CPM ഡിവൈഎഫ്ഐ നേതാക്കൾ വീടിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ച് ദമ്പതികളെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു.
CCV ന്യൂസ് കൊണ്ടാഴി.